അപ്പോൾ ഇതിന്റെ അതായത് ജനറേറ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യണ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ എത്തി. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ak = 3ak - 1 + 4k - 1 ആണ് a നോട്ടിന്റെ വാല്യൂ 1. സാധാ പോലെ g of x = summation k = 0 to infinity akx⁻k എന്ന് എഴുതി. പിന്നെ നമ്മളെ x g of x എഴുതണം. അത് നമുക്ക് എന്ത് കിട്ടും? summation k = 1 to infinity ak - 1 x⁻k എന്ന് കിട്ടി. ഇനി ഇവിടെ നമുക്കുള്ളത് ak = 3ak - 1 ആണ്. സോ g of x - 3x g of x ആണ് നമുക്ക് കാണേണ്ടത്. ഇതിന്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എനിക്കിവിടെ k = 1 to infinity ആക്കണം. k ന് 0 കൊടുത്തപ്പോ a0 x⁻0 a0 x⁻0ന്റെ വാല്യൂ 1 ആണ്. സോ a0 എന്ന് മാത്രം വന്നു. summation k = 1 to infinity ഇത് രണ്ടും എഴുതി. ak⁻k - 3ak - 1 x⁻k കോമൺ ആണ്. അപ്പൊ ak - 3ak - 1 ഇതിന്റെ വാല്യൂ ആണെന്ത് 4k - 1. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എനിക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4k 1 - 1 0. അപ്പൊ നമുക്ക് x പ്ലസ് അടുത്ത ടേം ചെയ്യുമ്പോൾ k ന് 2 കൊടുക്കുമ്പോൾ 2 - 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 4x² അടുത്തത് 4² x³ പോയി. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് ആരാണ്? x ആണ്. അപ്പൊ അതിന് പുറത്തേക്ക് എടുക്കുമ്പോൾ 1 + 4x + 4² x² etc എന്ന് വന്നു. ഓക്കെ, ഇതെന്തിന്റെ എക്സ്പാൻഷൻ ആണ്? 1 - 4x⁻⁻1 ന്റെ എക്സ്പാൻഷൻ ആണ് നമുക്കറിയാം. അപ്പൊ ഈ ഒരു ടേം താഴത്തേക്ക് വരുമ്പോ എന്ത് വരും? 1 + x / 1 - 4x എന്ന് വരും. അപ്പൊ ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 - 4x + x / 1 - 4x. അതായത് നമുക്കിപ്പോ കിട്ടുന്നത് 1 - 3x / 1 - 4x. ഇതൊരു സൈഡ് ആയിട്ടുള്ളൂ. ഇപ്പുറത്തെ ഒരു g of x - 3x g of x കിടക്കുന്നുണ്ടല്ലോ. അതിന് നമ്മൾ ചെയ്യുമ്പോ g of x ന് കോമൺ ആയി എടുക്കുമ്പോ 1 - 3x കയറി വരും. അപ്പൊ ആ 1 - 3x ഡിവൈഡ് ചെയ്യുമ്പോ ഇവിടെ മുകളിലും 1 - 3x ആവും. അപ്പൊ g of x = നമുക്ക് എന്ത് വരും? 1/1 - 4x 1 - 3x മുകളിൽ ആരുണ്ട്? 1 - 3x ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ക്യാൻസൽ ആവും. അപ്പോൾ g of x ഈ കേസിൽ നല്ല എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ g of x = എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/1 - 4x എന്ന് കിട്ടി. ഈ ടേം മുകളിലേക്ക് പോകുമ്പോൾ 1 - 4x⁻⁻1 കിട്ടും. അതായത് 1 + 4x + 4x² + 4x³ etc എന്ന് പറഞ്ഞിട്ട് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ak എഴുതണ്ടേ? ak എന്താ ഇവിടെ? summation k = 0 to infinity 4k x⁻k. അപ്പൊ നമ്മുടെ ak എന്ന് പറയുന്നത് 4k. നല്ല എളുപ്പമുള്ളതാണ്. എന്നാ നമ്മുടെ മെയ് 2025 അതായത് നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 ആണ് തന്നിട്ടുള്ളത്. നേരത്തെ പോലെ g of x = summation k = 0 to infinity akx⁻k എന്ന് എഴുതി. x g of x ചെയ്തപ്പോൾ ഇവിടെ എന്ത് വന്നു? k + 1 വന്നു. ഞാൻ ഇവിടെ ഒരെണ്ണം ആഡ് ചെയ്തു, ഒരെണ്ണം ഇവിടെ kന്റെ അവിടെ ആഡ് ചെയ്യലും ഇവിടെ എന്താ ചെയ്യുക? ഒന്ന് കുറയ്ക്കുക ചെയ്യണ്ടേ. അപ്പൊ k = 1 to infinity ak - 1 x⁻k എന്ന് കിട്ടി. ഇവിടെ എനിക്ക് വേണ്ടത് g of x - 3x g of x ആണ്. അപ്പൊ ഇവിടെ വരാൻ പോണ ടേം 1 - 3x ആണ്. ഇവിടെ എനിക്ക് k = 1 to infinity ആണ് ആവശ്യം. സോ a0 + summation k = 1 to infinity ak - 1 ഇവിടെ നിന്ന് വരിക ak × x⁻k - 3 summation. ഇത് അതുപോലെ തന്നെ എടുത്ത് എഴുതി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ak - 3 ak - 1 ന്റെ വാല്യൂ കൊടുത്തു. അത് ഇവിടെ എന്താ? 2 ആണ്. അപ്പൊ 2x⁻k. അപ്പൊ ഞാനിത് എക്സ്പാൻഡ് ചെയ്ത സമയത്ത് x² x³ എന്നാണ് വരുന്നത്. അവിടുന്ന് ആരെ കോമൺ ആയി എടുത്തു?
എക്സിനെ കോമൺ ആയി എടുത്തു. അപ്പോൾ 1 + 2x ഇൻറ്റു 1 + x + x² + എക്സെട്ര എന്നാണ് വരുന്നത്. അപ്പോൾ 1 + 2x ഇതിൻ്റെ എക്സ്പാൻഷൻസ് 1 - x - 1 ആണ്. അപ്പോൾ അത് താഴത്തേക്ക് വരുമ്പോൾ തോന്നുന്നു 1 - x. ഇത് ഞാൻ ചെയ്യുമ്പോൾ 1 - x + 2x ഡിവൈഡഡ് ബൈ 1 - x. ഇതെന്താ കിട്ടുക? 1 + x ഡിവൈഡഡ് ബൈ 1 - x. ഇത് മാത്രമല്ലല്ലോ, ഒരു ടേമും കൂടി ഇല്ലേ? അതെന്താ? g of x ഇൻറ്റു 1 - 3x ഈക്വൽ ടു 1 + x ഡിവൈഡഡ് ബൈ 1 - x. ഈ ടേം ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? അടിയിലേക്ക് വരും. g of x ഈക്വൽ ടു 1 + x ഡിവൈഡഡ് ബൈ 1 - x ഇൻറ്റു 1 - 3x. ഇതുവരെ എത്തി. ഇനി എനിക്ക് എന്ത് വേണം? പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ആളാണ് 1 - 3x, ഇവിടെ ഇല്ലാത്തതാണ് 1 - x. നേരത്തെ പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എക്കും ബിക്കും വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഇക്വേറ്റീവ് ഫസ്റ്റ് ഡിഗ്രി ചെയ്യാം. അത് ഇവിടെ ചെയ്ത പോലെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് ഇപ്പോൾ ഇങ്ങനെയല്ല വന്നേക്കുന്നത്, 1 + x ഈക്വൽ ടു a ഇൻറ്റു 1 - 3x പ്ലസ് b ഇൻറ്റു 1 - x. എനിക്ക് ആദ്യം എക്സിന് 1 കൊടുക്കുന്നു, കാരണം ഈ ഒരു ടേം 0 ആവണമെങ്കിൽ എക്സിന് 1 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ എക്സ് 1 ആകുമ്പോൾ 2 ഈക്വൽ ടു a ഇൻറ്റു 1 - 3. a ഇൻറ്റു 1 - 3 എന്ന് പറഞ്ഞാൽ -2a ഈക്വൽ ടു 2. സോ എൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി? -1. അടുത്ത് നമുക്കുള്ളത് എക്സിന് 1/3 കൊടുക്കുമ്പോൾ ഈ ടേം പോയി. അപ്പോൾ 1 - 1/3 b ഈക്വൽ ടു 1 + 1/3. 1 + 1/3 എന്ന് പറഞ്ഞാൽ 4/3 ആണ്. ഇവിടെ എന്താ വന്നേ? -2/3 b. 3യും 3 ഒക്കെ പോയി. b ഈക്വൽ ടു എന്ത് വന്നു? ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ 1 - 1/3 ഈക്വൽ ടു ഏതാണ് ഇവിടെ വരുന്നത്? തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. ഇതൊന്നും കൂടി ചെക്ക് ചെയ്യണം നമുക്ക്. എക്സിന് 1/3 കൊടുക്കുകയാണ്, അപ്പോൾ ഇത് 0 ആയി. അപ്പോൾ 1 + 1/3, ഒരു സൈഡിലുള്ളത് 1 + 1/3 4/3 ആണ്. അടുത്ത സൈഡിലുള്ളത് 1 - 1/3 എന്ന് പറയുമ്പോൾ -2/3 അല്ല, വെറും 2/3. കാരണം ഇങ്ങനെയല്ല, 1ലേക്ക് 3/3 എന്ന് എഴുതാം. സോ 3 - 1/3 എന്ന് പറഞ്ഞാൽ 2 എന്ന് വന്നു. സോ ബിയുടെ വാല്യൂ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇവിടെ ഇക്വേറ്റിംഗ് സൈമൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്യാം. അതെങ്ങനെയാ? ഇവിടെ കോൺസ്റ്റന്റ് ടേം 1 ആണ്. ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം എയും പ്ലസ് ബി. a + b = 1. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് -3aയും ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് -bയും. അപ്പോൾ 1 ഈക്വൽ ടു -3a - b എന്ന് കിട്ടി. ഇത് രണ്ട് സൈമൾട്ടിപ്ലിക്കേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്റെ വാല്യൂ -1, ബിന്റെ വാല്യൂ 2 എന്ന് കിട്ടി. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 1 - 3x -1 ഡിവൈഡഡ് ബൈ 1 - x. എന്താ ചെയ്ത്? ഞാൻ ഇതിലെ എനും ബിനും വാല്യൂ ഇട്ട് കൊടുത്തു. ഇപ്പോ ഇനി 1 - 3x raised to -1 എക്സ്പാൻഷൻ എനിക്കറിയാം. 1 + 3x + 3x² + എക്സെട്ര. ഇവിടെ എങ്ങനെയാണ് എക്സ്പാൻഷൻ വരിക? -1 - x raised to -1. അതിന്റെ എക്സ്പാൻഷൻ എല്ലാ ടേംസും പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് എഴുതുമ്പോൾ x raised to k എന്നും ഇതിനെ ജനറൽ ആയിട്ട് എഴുതുമ്പോൾ 3 raised to k x raised to k. അപ്പൊ നമുക്ക് എക്ക് എന്താ വന്നേക്കണേ? 2 × 3 raised to k - 1. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇതില് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം മാത്രം കുറച്ച് ടഫ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത്രയ്ക്ക് ടഫ് ഉള്ളത് എങ്ങാനും വരികയാണെങ്കിൽ ചെയ്യാം, എന്നാലും ഒന്ന് കണ്ടുവെക്കണല്ലോ. യൂസ് ജനറേറ്റീവ് ഫംഗ്ഷൻ ടു സോൾവ് ദ റെക്കറൻസ് റിലേഷൻ. ഇവിടെ നമുക്ക് ആരും കൂടി വന്നിട്ടുണ്ട്, ak - 2 കൂടി വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് മാക്സിമം മാർക്ക് 5, 6 എന്നല്ലേ. നമ്മുടെ ഈ സപ്ലിയുടെ പേപ്പറിൽ മാത്രമാണ് 9 മാർക്കിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ കണ്ടേക്കണത്. അത് ഇവിടെ ഒന്നല്ല, മൊഡ്യൂൾ 1-ലാണ്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് മൊഡ്യൂൾ 1 ആണ്. അപ്പോൾ ak = ak - 1 + 2ak - 2 + 2 raised to k എന്നാണ് കയ്യിലുള്ളത് അല്ലേ. അപ്പൊ ഇവിടെ ഒരു ak - 2നെ കാണാണ്ടല്ലോ. അപ്പോ
അതിന് ബാക്കിയൊക്കെ നമുക്കറിയാം എ കെ എച്ച് റേസ് ടു കെ എഴുതുന്നു. അതുപോലെ ഇതാണെങ്കിൽ എ കെ എച്ച് റേസ് ടു കെ പ്ലസ് 1 ആക്കുന്നു. ഇവിടെ 1 ആഡ് ചെയ്യുന്നു, അവിടെ 1 കുറയ്ക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തു. ഇതാണെങ്കിൽ എന്താ ഉണ്ടാവണേ, ഇവിടെ 1 ആഡ് ചെയ്യണ പകരം 2 ആഡ് ചെയ്യുന്നു, അതേപോലെ ഇവിടെ 2 കുറയ്ക്കുന്നു. അപ്പൊ എ കെ മൈനസ് 2 എക്സ് റേസ് ടു കെ എന്ന് കിട്ടി. എനിക്കിനി കണ്ടുപിടിക്കേണ്ടത് g of x മൈനസ് എക്സ് ജി ഓഫ് എക്സ് മൈനസ് 2x സ്ക്വയർ g of x. ഇതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ സമയത്ത് എനിക്ക് എന്ത് വരുന്നു, ഇത് എഴുതി തന്നെ ചെയ്യാം. g of x ന് പകരം എനിക്ക് എന്താ കിട്ടിയിരിക്കണേ, സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ കെ എക്സ് റേസ് ടു കെ g of x ന് പകരം. അടുത്തത് എക്സ് g of x ന് പകരം എനിക്ക് എന്താ സമ്മേഷൻ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 1 എക്സ് റേസ് ടു കെ. അടുത്ത വരുമ്പോൾ -2 ഇൻറ്റു സമ്മേഷൻ k ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 2 എക്സ് റേസ് ടു കെ എന്ന് കിട്ടി. എനിക്ക് എല്ലാത്തിനും k ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എന്നാണ് ആക്കേണ്ടത്. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ ആദ്യത്തിന് k-ന് 0 കൊടുക്കുമ്പോൾ a നോട്ട് എക്സ് റേസ് ടു 0, എക്സ് റേസ് ടു 0ന്റെ വാല്യൂ 1 ആണ്, അപ്പൊ അത് പോയി. ഇനി അടുത്ത k-ന് 1 കൊടുക്കുമ്പോൾ a1 എക്സ് എന്ന് കിട്ടി. ബാക്കി സമ്മേഷൻ k ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എന്ത് വന്നു, എ കെ എക്സ് റേസ് ടു കെ. ഇനി ഇവിടെ k ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി ആക്കണം. അപ്പൊ ഞാൻ 1 കൊടുക്കുമ്പോൾ എന്ത് വന്നു, 1 മൈനസ് 1 0. അപ്പൊ എ നോട്ട് എക്സ്. ബാക്കി എന്താ ഉള്ളത്, മൈനസ് സമ്മേഷൻ k ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 1 എക്സ് റേസ് ടു കെ. ലാസ്റ്റത്തെ എന്തല്ലേ, -2 ഇൻറ്റു സമ്മേഷൻ k ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 2 എക്സ് റേസ് ടു കെ. എനിക്ക് എ നോട്ടിന്റെ വാല്യൂ അറിയാം, എ നോട്ടിന്റെ വാല്യൂ 4 ആണ്. a1ന്റെ വാല്യൂ അറിയാം, അത് 12 തന്നിട്ടുണ്ട്. പിന്നെ ഇതുണ്ട് എ നോട്ട് എക്സ് ഉണ്ട്, അതും എന്ത് വരും, 4x വരും. അപ്പൊ 12x മൈനസ് 4x നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 8x എഴുതാം. ഈ സമ്മേഷൻ k ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി നമുക്ക് എന്തൊക്കെയാ വരുന്നത്, എ കെ മൈനസ് എ കെ മൈനസ് 1 മൈനസ് 2 എ കെ മൈനസ് 2. ഇതിന്റെ വാല്യൂ നമുക്കറിയാലോ. ഇതിന്റെ വാല്യൂ എന്താ, 12x മൈനസ് 4x ഞാൻ 8x എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് അതിന്റെ വാല്യൂ 2 റേസ് ടു കെ ആണെന്ന് അറിയാം. അപ്പൊ 2 റേസ് ടു കെ എക്സ് റേസ് ടു കെ എന്നാണ് എനിക്ക് അവിടെ വരുന്നത്. ഓക്കെ, ഇതുവരെ എത്തിണ്ടാവും എന്ന് വിചാരിക്കണു. കണ്ടോ, ഇതുവരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്തപ്പോൾ 2 സ്ക്വയർ എക്സ് സ്ക്വയർ, 2 ക്യൂബ് എക്സ് ക്യൂബ്, 2 റേസ് ടു 4 എക്സ് റേസ് ടു 4, അങ്ങനെയാണ് നമുക്ക് കിടക്കണത്. അപ്പൊ ഇതില് ആരെ കോമൺ, 2 സ്ക്വയർ എക്സ് സ്ക്വയറിന് കോമൺ ആയി എടുക്കുമ്പോൾ, അതായത് 4x സ്ക്വയറിന് കോമൺ ആയി എടുത്തപ്പോൾ എനിക്ക് എന്ത് വന്നു, 1 പ്ലസ് 2x പ്ലസ് 2x സ്ക്വയർ. അപ്പൊ ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്, 1 മൈനസ് 2x റേസ് ടു മൈനസ് 1ന്റെ എക്സ്പാൻഷൻ ആണ്. അതിനെ ഞാൻ താഴത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എന്ത് വന്നു, 4x സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2x എന്ന് വന്നു. അപ്പൊ ഇതിൽ ഞാൻ എന്ത് ചെയ്തു, 4നെ കോമൺ ആയി എടുത്തു. അപ്പൊ എനിക്ക് എന്ത് വന്നു, 1 പ്ലസ് 2x പ്ലസ് 4x സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2x. അപ്പൊ എന്ത് വന്നു, 4 ഇൻറ്റു 1 പ്ലസ് 2x ഇൻറ്റു 1 മൈനസ് 2x പ്ലസ് 4x സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2x എന്ന് കിട്ടി. അപ്പൊ ഇവിടെ 4 ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അപ്പൊ 4 ഇൻറ്റു 4x സ്ക്വയർ പ്ലസ് 4x സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2x എന്ന് കിട്ടി. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 4 മൈനസ് 16x സ്ക്വയർ പ്ലസ് 4x സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2x. 4x മൈനസ് 16x സ്ക്വയറിനും 4x സ്ക്വയറിനും എനിക്ക് എങ്ങനെ എഴുതാം, 4 മൈനസ് 12x സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2x. കണ്ടോ, ഇവിടെ എത്തി.
അപ്പുറത്ത് നമുക്ക് എന്തുണ്ട്, ജി ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് 2x² ആണുള്ളത്. അപ്പോ ഇത് ഇങ്ങനെയല്ലല്ലോ, നമുക്ക് ആകെ അതൊരു ഫസ്റ്റ് ഡിഗ്രിയിലാണ് ഉണ്ടായിരുന്നത് എത്ര നാള്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ മൈനസ് 2x² മൈനസ് എക്സ് മൈനസ് 1 എന്നാണ് ഇപ്പൊ ഇവിടെ കിടക്കുന്നത്. ആക്ച്വലി നമുക്ക് ഇത് എന്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് എന്താണ്, എക്സിന് -1ഉം അതുപോലെ തന്നെ 1/2 എന്നാണ് ശരിക്കും വരുന്നത്. അപ്പൊ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ വരുന്നുണ്ടല്ലോ, എക്സ് മൈനസ് 1/2 എക്സ് +1 എന്നൊക്കെ എഴുതുമ്പോൾ ഫ്രാക്ഷൻ ആ 1/2 ഉള്ളത് കൊണ്ട് നമ്മൾ സാധാരണ പണ്ട് പഠിച്ചത് ഓർക്കണുണ്ടോ ചെറിയ ക്ലാസ്സിലൊക്കെ, ഈ മൈനസ് എക്സിനെ ഇതെങ്ങനെ നമ്മൾ ഇങ്ങനെ സെക്കൻഡ് ഡിഗ്രി അന്നൊക്കെ നമ്മൾ സോൾവ് ചെയ്തേക്കണത്, സമ്മ് -1ഉം പ്രൊഡക്റ്റ് എങ്ങനെ വരിക, ഇത് ഇൻറ്റു ഇത്, അതായത് എ ഇൻറ്റു സി എന്ന് പറയാം. അതായത് x² കോഎഫിഷ്യന്റ് എ, എക്സിന്റെ കോഎഫിഷ്യന്റ് ബി, കോൺസ്റ്റന്റ് ടേമിന് സി എന്ന് പറയുകയാണെങ്കിൽ ആ ബി ആണ് എന്ത് വരിക, സം ഓഫ് ദ റൂട്ട് -1 വന്നു. ഇനിയിപ്പോ ഇവിടെ എന്താണ്, ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നാണ്. ഈ മൈനസ് എക്സിന് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ പ്രൊഡക്റ്റ് അപ്പൊ എന്ത് വന്നു, നമുക്ക് 2 വന്നു. ഇവിടെ എങ്ങനെയാണ്, -2x പ്ലസ് ആണ് പ്രൊഡക്റ്റ്, അപ്പൊ നമുക്ക് എന്താ വന്ന് -2. അപ്പൊ സമ്മ് -1ഉം പ്രൊഡക്റ്റ് -2 ആവുന്ന നമ്പേഴ്സ് ഏതാണ്, ഒന്ന് -2 1 ആവുമ്പോ -2 + 1 -1 ആണ്. പ്രൊഡക്റ്റ് -2 അല്ല ഇതിന്റെ. അപ്പൊ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് -2x² -2x + x + 1. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, -2x + xന് പകരം x -2x അങ്ങനെ എഴുതരുത്. എപ്പോഴും നമ്മൾ എഴുതുമ്പോ ഫാക്ടേഴ്സ് എവിടെ, ഇപ്പൊ കോമൺ ആയിട്ട് നമുക്ക് എടുക്കണല്ലോ, കോമൺ ആയിട്ട് എടുക്കണത് കൊണ്ട് കോമൺ ആയ ടേംസിനെയാണ് അടുത്തടുത്ത് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ആരാണ് കോമൺ ആയിട്ട് എടുക്കുന്നത്, -2x കോമൺ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ബാക്കി എന്ത് വന്നു, x + 1 + x + 1 എന്ന് വന്നു. അപ്പൊ ഈ x + 1നെ ഞാൻ കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വന്നു, -2x + 1 എന്ന് കിട്ടി. ഓക്കെ, അതായത് 1 + xഉം ഒന്ന് കിടക്കുന്നത് 1 - 2x ആണ്. ഇതിനെ ഞാൻ ഫാക്ടറൈസ് ചെയ്തപ്പോ എന്ത് വന്നു, 1 + xഉം, ഇത് പ്ലസ് ആയിട്ട് തോന്നണില്ലല്ലോ, 1 + xഉം ഇത് 1 - 2xഉം. 1 - 2x × 1 - 2x ചെയ്യുമ്പോൾ 1 - 2x² എന്നാണ് വരിക. അപ്പൊ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണതിന്റെ രീതി ഇതാണ്, a/1 + x. അത് ഫസ്റ്റ് ഡിഗ്രി അല്ലേ, ഇത് സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷന്റെ റൂളാണ്, വേറൊന്നുമില്ല. b/1 - 2x + c/1 - 2x². ഇങ്ങനെയാണ് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഇനി എനിക്ക് എന്ത് കണ്ടുപിടിക്കണം, എൻ്റെയും ബിൻ്റെയും സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കാര്യം ഏകദേശം ഒക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പൊ എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ എനിക്കുള്ളത് 1+ ആണ്. അപ്പൊ ഇല്ലാത്ത ടേം ഏതാണ്, 4 - 12x². ഇല്ലാത്ത ടേം എനിക്ക് ഏതാണ്, 1 - 2x² ഇല്ല. അപ്പൊ അതേതാ, നമുക്ക് a × 1 - 2x² + b × ഇവിടെ നമുക്ക് ഇല്ലാത്തത് ആരാ, 1 - 2x ഒരെണ്ണം ഉണ്ട്, ഒരെണ്ണം ഇല്ല. അപ്പൊ 1 - 2x, പിന്നെ ഒരു ടേം തീരെയില്ല, അതായത് 1 + x + c × ഇവിടെ നമുക്ക് 1 - 2x² ഉണ്ട്. അപ്പൊ ഇല്ലാത്തത് ആരാണ്, 1 + x ആണ് ഇല്ലാത്തത്. അപ്പൊ ഇത് നമുക്ക് ചെയ്യണ സമയത്ത് എക്സിന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഒരു ടേമിന് 0 ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എക്സിന് 1/2 കൊടുത്താൽ മതി. കാരണം 1/2 കൊടുക്കുമ്പോൾ നമുക്ക് 1 - 1 ഇവിടെ വരും. അല്ലെങ്കിൽ നമുക്ക് ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ്, ഇക്വേറ്റിംഗ് ഫസ്റ്റ് ഡിഗ്രി, ഇക്വേറ്റ് സെക്കൻഡ് ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാലും 3 ഇക്വേഷൻ വരും. സൈമൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യാം, അതും ഒരു മാർക്കാണ്. അപ്പൊ ഞാൻ എക്സിന് 1/2 എന്ന് കൊടുത്തു. എക്സിന് 1/2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം പോയി, ഈ ടേമും പോയി. ഇനി ഇവിടെ 1/2 വന്നു കഴിഞ്ഞാൽ വരും, 4 - 12/4 = c × 1 + 1/2.
1 plus 1/2 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. അപ്പൊ 3/2 c equal to 1 എന്ന് വന്നു. cന്റെ വാല്യൂ 2/3 എന്ന് കിട്ടി. ഇത് കിട്ടി. അടുത്ത എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് എക്സിന് -1. അപ്പൊ എക്സിന് -1 കൊടുക്കുമ്പോ എന്ത് വന്നു? എക്സിന് -1 കൊടുക്കുമ്പോ ഇത് ഉണ്ടായിക്കോട്ടെ അല്ലെ. എക്സിന് -1 കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടി? ഇവിടെ എനിക്ക് 4 -1ന്റെ സ്ക്വയർ 1. അപ്പൊ 4 - 12 എന്ന് പറയണത് എന്താണ്? ഇപ്പുറത്ത് അതന്നെയല്ലേ എടുക്കണേ. അപ്പോ ഇവിടെ 4 - 12 എക്സ് സ്ക്വയറില് എന്താണ് -1 കൊടുക്കുമ്പോ 4 - 12 എന്ന് വന്നു. അത് -8 ആണ്. അപ്പുറത്തെ സൈഡിൽ എന്താണ് വന്നത്? ഈ -1 കൊടുക്കുമ്പോ 1 - 2 × -1. അപ്പൊ ഉള്ളിൽ എന്ത് വന്നു? a × 1 + 2 സ്ക്വയർ. അതായത് എന്താ വന്നത്? 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. 9a equal to -8. 8 equal to -8/9 കിട്ടി. ഇതും കിട്ടി. ഇനിയിപ്പോ നമുക്ക് കൊടുക്കാൻ വാല്യൂസ് ഒന്നുമില്ല. കാരണം ഈ ഒരു ടേം 0 ആവണമെങ്കിൽ എക്സിന് 1/2 കൊടുത്താൽ മതി. ഈ ഒരു ടേമിന് 0 ആവണമെങ്കിൽ എക്സിന് -1 കൊടുത്താൽ മതി. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? നമുക്ക് ഇനി വേറെ വഴിയൊന്നും ഇല്ല. നമുക്ക് ഇനി ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചാൽ കോൺസ്റ്റന്റിനെ കമ്പയർ ചെയ്യാം. ഇപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് ആരാ? 4 ആണ്. അതേപോലെ തന്നെ ഇവിടെ കോൺസ്റ്റന്റ് എന്താണ്? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവിടെ ഒരു ടേം മാത്രമേ കോൺസ്റ്റന്റ് വരുള്ളൂ. a - b² വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോ അപ്പൊ a എന്ന് വരും. ഇവിടെയും ഒരു ടേം മാത്രമേ കോൺസ്റ്റന്റ് വരുള്ളൂ. അത് 1 ആണ്. അപ്പോ ഇവിടെ എന്താണ്? 1 ആണ്. a + b + c ആണ്. ഇത് അങ്ങനെയും ഡൗട്ട് ഉള്ള ആൾക്കാർ എന്ത് ചെയ്താൽ മതി? ഇതിന് a - b² ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? കോൺസ്റ്റന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ a + b + c = 4 എന്ന് വന്നു. ഓൾറെഡി എനിക്ക് എയും ബിയും അറിയാം. അപ്പൊ സിന്റെ വാല്യൂ കിട്ടില്ലേ? എന്റെ വാല്യൂ -8/9, ബിന്റെ വാല്യൂ 2/3 + c = 4. ഇവിടെ × 3 ഇവിടെ × 3 ഇട്ട് കൊടുത്തു. അപ്പൊ -8 + 6/9 + c = 4 വന്നു. അപ്പൊ അതിന് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? കണ്ടോ? 4 + 2/9 എന്ന് വരും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 9 × 4 36 + 2 /9. ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവർ കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 38/9 എന്ന് വന്നു. അപ്പൊ എനിക്ക് എന്റെ വാല്യൂ കിട്ടി, ബിന്റെ വാല്യൂ കിട്ടി, സിന്റെ വാല്യൂ കിട്ടി. നമ്മൾ അവസാനത്തിലേക്ക് എത്തി. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രശ്നം, നമുക്ക് ഈ ഒരു എക്സ്പാൻഷൻ അറിയണം. നമുക്ക് ഓൾറെഡി 1 + x⁻⁻1 നമ്മൾ കണ്ടതാണ്. 1 - x + x² എന്നറിയാം. 1 - 2x സീനില്ല. കാരണം എന്താ വെച്ചാൽ 1 - 2x⁻⁻1 നമുക്കറിയാം. നമുക്ക് ഓൾറെഡി 1 - x⁻⁻1 1 + x + x² എന്നറിയാം. ആ ഉള്ള സ്ഥലത്ത് എക്സിന്റെ പകരം 2x ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും ഓക്കെയാണ്. നമുക്ക് അറിയാത്തൊരു ടേം ഉണ്ട്, 1 - 2x⁻². ഇതിനി നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് ഈ എക്സ്പാൻഷൻ പഠിക്കണം. ഈ എക്സ്പാൻഷൻ ഇതുവരെയൊക്കെ എത്തിയാൽ 1 മാർക്കൊക്കെ കുറയ്ക്കുണ്ടാവുള്ളൂ. അപ്പൊ 1 - ax⁻n നമുക്ക് എന്താണ് അതിന്റെ എക്സ്പാൻഷൻ? 1 + n × ax + n × n+1 ax²/2 factorial + n × n+1 × n+2 × ax³ / 3 factorial. ഇവിടെ എനിക്ക് ടേം വരുന്നത് 1 - 2x⁻² എന്നാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് n-ന്റെ വാല്യൂ 2 ആണ്. അത് പിന്നെ a-ന്റെ വാല്യൂ 2 ആണ്. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? 1 + 2 × 2x ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 3 × 2x² / 2 factorial. അപ്പൊ 2 factorialന്റെ വാല്യൂ 2 ആണെന്നറിയാലോ. അപ്പൊ ഈ 2ഉം ആ 2ക്കും ഞാൻ ക്യാൻസൽ ആക്കി. ഇവിടെ ചെയ്യുമ്പോൾ 2 × 3 × 4 / 3 factorial. 3 factorialന്റെ വാല്യൂ എന്താണ്? 3 × 2 × 1. അപ്പൊ ഞാൻ 3നെയും 2നെയും ക്യാൻസൽ ആയപ്പോ 4. ഞാൻ കാണുമ്പോ എനിക്ക് എന്താ തോന്നണേ? ഇവിടെ 1 ആയിരുന്നു, ഇവിടെ 2 ആയിരുന്നു, ഇവിടെ 3 ആയി, ഇവിടെ 4 ആയി. അതായത് k + 1 ആയിട്ടാണ് അത് പോണേ.
പിന്നെ 2 raised to k x raised to k. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു ഫോർമുല അറിഞ്ഞേ പറ്റുള്ളൂ. അത് മാത്രമാണ് ഇതിലുള്ള ടഫ്നെസ്. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഒരെണ്ണം നോക്കി പോവാൻ നമുക്കറിയില്ല. ഇങ്ങനെ കൂടുതൽ ചാൻസ് മറ്റേത് ചോദിക്കാനാണ്. ഇപ്പൊ ഇത് ചോദിക്കില്ല എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ഇതെല്ലാം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ. അപ്പൊ ഇത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസ് പ്ലസ് വരുന്ന സംഭവത്തിന് നമുക്ക് -1 raised to k എന്ന് കൊടുക്കാം ഇൻറ്റു x raised to k. ഇതെന്ന് പറഞ്ഞാൽ 38/9 സമ്മേഷൻ 2കൾ ഇങ്ങനെ കൂടി വരികയാണ്. സോ 2 raised to k x raised to k. ഇത് നമ്മൾ കണ്ടുപിടിച്ചു. k+1 ഇൻറ്റു 2 raised to k ആണ് ആ ടേം. അപ്പൊ എക്ക് നമുക്ക് ഇവിടെ മൊത്തത്തിൽ എന്ത് വന്നു? -8/9 -1 raised to k 38/9 2 raised to k 2/3 k+1 ഇൻറ്റു അല്ലേ 2/3 ഇൻറ്റു k+1 എഴുതിയിട്ടില്ല അല്ലേ? k+1 ഒന്നും കൂടി ഉണ്ട് കേട്ടോ. 2/3 ഇൻറ്റു k+1 2 raised to k. അതാണ് നമ്മുടെ എക്ക്. ഈ മൊഡ്യൂളിലെ എല്ലാ വീഡിയോ